റോഡിന് നടുക്ക് അപകടത്തിലായി മരണപ്പെട്ട നമ്മുടെ ഹീറോയുടെ മുന്നിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടും. ആ വാതിലോ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വാതിലായിരുന്നു. ആ വാതിൽ തുറന്നതിന് ശേഷം ഹീറോ കണ്ട കാഴ്ചകളെല്ലാം ഞെട്ടിക്കുന്നതായിരിക്കും. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക? അപ്പോൾ പറഞ്ഞു വരുന്നത് 2023 ഇറങ്ങിയ പാൻഡമോണിയം എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ ആയിട്ടുള്ള നെയ്തൻ കാറപകടം പറ്റി റോഡിൻ്റെ നടുക്ക് കിടക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഹീറോയുടെ കാർ ഒരു മലയിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവൻ എങ്ങനെ പുറത്തു വന്നെന്ന് ഇപ്പോഴും അവൻ അറിയില്ല. ഹീറോയുടെ കാർ ഒരു ബൈക്കുമായിട്ടാണ് ഇടിച്ചത്. ആ ടൈമിലാണ് ഹീറോ ബൈക്ക് ഇടിച്ച ഡാനിയൽ അവൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഡാനിയൽ ഹീറോയോട് ചോദിക്കും, നീ ആ കാർ തുറന്നിറങ്ങുന്നത് നീ കണ്ടിരുന്നോ എന്ന്. ഇത് കേട്ട ഹീറോ ഇല്ലെന്നും പറയും. ഇപ്പോഴും ആ കാറിൽ നിന്ന് മുറിവൊന്നുമില്ലാതെ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ആ ടൈമിലാണ് ഡാനിയൽ പറയുന്നത്, നമ്മൾ രണ്ടും മരണപ്പെട്ട് കഴിഞ്ഞുവെന്ന്. ഞാനാണ് ആദ്യം ഡെഡായത്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ആത്മാക്കളാണെന്ന് ഡാനിയൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഹീറോ ഒട്ടും വിശ്വസിക്കുന്നില്ലായിരുന്നു. ആ ടൈമിലാണ് ഡാനിയൽ ആ കാറിലേക്ക് പോയി നോക്കാൻ പറയുന്നത്. പോയി നോക്കുന്ന ഹീറോ ആണെങ്കിലോ അവൻ്റെ ഡെഡ് ബോഡി കാറിലുള്ളത് അവൻ കാണും. ഇത് കണ്ട ഹീറോ നല്ലപോലെ ഷോക്കാകും. ഹീറോ അവൻ്റെ കുട്ടികളെയും കൂട്ടുകാരെയും ഒക്കെ ഓർത്ത് വിഷമിക്കും. പക്ഷേ ആ ഹീറോ അവൻ്റെ വൈഫിനെ കുറിച്ച് പറയുന്നില്ലായിരുന്നു. ഇതൊക്കെ കണ്ട ഡാനിയൽ പറയും, നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ഒക്കെ. പക്ഷേ ഇതൊക്കെ കേട്ട ഹീറോ വീണ്ടും പേടിക്കുകയാണ് ചെയ്തത്. ഹീറോ ഡാനിയലിനോട് പറയും, ഇതൊക്കെ നമ്മുടെ വെറും തോന്നലാണെന്ന്. പക്ഷേ ഇത് കേട്ട ഡാനിയൽ ഇത് തെളിയിക്കാൻ വേണ്ടി ആ കാറിൽ നിന്ന് ഹീറോയുടെ ബോഡി എടുത്ത് പുറത്തേക്കിടും. എന്നിട്ട് അതിനു മുകളിൽ ഒരു ടവല് വെച്ച് മൂടുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാറ് വരും. കാറിനകത്തുള്ള ആളോട് ഹീറോ കുറെ ഹെൽപ്പ് ചോദിക്കും. പക്ഷേ പുള്ളിക്ക് ഹീറോയെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ആള് ഹീറോ അവിടെ കിടക്കുന്നത് കാണും. അത് ബോഡിയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ പോക്കറ്റിൽ നിന്ന് കാശെല്ലാം എടുത്തതിന് ശേഷം അവൻ അവിടെ നിന്ന് കാറുമായി പോകുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ടൈമിലാണ് ഹീറോയ്ക്ക് പിടികിട്ടുന്നത് അവൻ വെറും ആത്മാവാണെന്നുള്ള കാര്യം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഹീറോ പറയും, ഞാൻ തന്നെയാണ് എൻ്റെ വൈഫിനെ കൊന്നത്, പക്ഷെ അത് അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഡാനിയൽ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ മുന്നിൽ ഒരു ഡോറും പ്രത്യക്ഷപ്പെടും. ഈ ഡോറിനകത്തു നിന്നാണ് ആ പാട്ട് കേട്ടതെന്ന് ഡാനിയൽ ഹീറോയോട് പറയും. പക്ഷേ ഹീറോയ്ക്ക് ആ പാട്ട് കേൾക്കാനേ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവരുടെ മുന്നിൽ വേറൊരു ചുവപ്പ് ഡോർ കൂടി പ്രത്യക്ഷപ്പെടുന്നത്. ആ ഡോറിനകത്തു നിന്ന് എന്തൊക്കെയോ നിലവിളി ശബ്ദം ഹീറോയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശബ്ദം ഡാനിയലിന് കേൾക്കാൻ കഴിയുന്നുമില്ലായിരുന്നു. ഡാനിയൽ ഹീറോയോട് പറയും, നല്ല കാര്യം ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളെന്ന്. അപ്പോഴാണ് തൻ്റെ വണ്ടി ഡാനിയലിനെ ഇടിച്ചതുകൊണ്ട് ഹീറോ അവനോട് ക്ഷമ ചോദിക്കുന്നത്. ഇത് കേട്ട ഡാനിയലാണെങ്കിലോ വഴിയിലൊരു കുട്ടി കളിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അത് ശ്രദ്ധ കളഞ്ഞതുകൊണ്ടാണ് വണ്ടി ഇടിച്ചതെന്നും ഹീറോയോട് പറയും. പിന്നീട് രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അങ്ങനെ ഡാനിയൽ ആ വെളുത്ത ഡോറിനകത്തേക്ക് കടക്കാനേ നോക്കും. പക്ഷേ കടന്നു കഴിയുമ്പോഴോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇത് കണ്ട ഡാനിയൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. ആ ടൈമിലാണ് ആ കുട്ടി അവിടെ വരുന്നത്. കാരണം ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണ് ഡാനിയൽ പറയുന്നത് അവൻ മദ്യപിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചതെന്ന്. അങ്ങനെ ഒരു പാവം കുട്ടിയെ കൊന്നതിൽ ഹീറോ ഡാനിയലിനോട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഡാനിയലും ഹീറോയും ആ കുട്ടിയോട് വെളുത്ത ഡോറിനകത്തേക്ക് പോകാനായി പറയും. പക്ഷേ ആ കുട്ടിക്ക് ഇവരെ അറിയാത്തത് കൊണ്ട് തന്നെ കുട്ടി പോകില്ല. ആ ടൈമിലാണ് ഡാനിയൽ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അകത്തേക്ക് ഇടുന്നത്. അതോടെ ആ കുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോകാമെന്ന് ഡാനിയൽ പറയും. ആ ടൈമിലാണ് ആ ഡോർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. പിന്നീട് അവിടെ ആകെയുള്ളത് ആ ചുമന്ന ഡോറായിരുന്നു. പക്ഷെ ഡാനിയലിനകത്തേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറയും. ഇത് കേട്ട ഹീറോ ആണെങ്കിലോ അവൻ്റെ അകത്തേക്ക് ചവിട്ടി വിടുകയും ചെയ്യും. ഹീറോയ്ക്കും അകത്തേക്ക് കയറാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അപ്പോഴാണ് നരകത്തിൽ നിന്നുള്ള എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വന്നത്. ഇത് കണ്ട് പേടിച്ച ഹീറോ ഡോറിനകത്തേക്ക് കയറുകയും ചെയ്യും. അങ്ങനെ ഹീറോ നരകത്തിലേക്ക് എത്തും. അവിടെയാണെങ്കിലോ ഇഷ്ടം പോലെ ആത്മാക്കൾ കിടപ്പുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഹീറോ അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ആത്മാവിനെ കാണുന്നത്. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയ ഹീറോ അവളുടെ കയ്യിൽ തൊടും. ആ ടൈമിലാണ് ഹീറോയ്ക്ക് അവളുടെ ഓർമ്മകളെല്ലാം കാണാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ പേരാണ് ലോറ. അവൾ എന്നും ഉറങ്ങുന്നത് അവളുടെ അച്ഛനും അമ്മയും അവളെപ്പറ്റി പറഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കുന്നത് കേട്ടുകൊണ്ടാണ്. അവളുടെ അച്ഛൻ പറയും അവൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അവൾ നമ്മളെല്ലാവരെയും കൊല്ലുമെന്ന്. പക്ഷേ ഇവളുടെ അമ്മയാണെങ്കിലോ ഇതിനൊന്നും സമ്മതിക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ വഴക്കെല്ലാം കേട്ട ലോറ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ പാട്ടുപെട്ടിയിൽ പാട്ട് വെച്ച ശേഷം താഴേക്ക് ഫുഡ് കഴിക്കാനായി പോകും. ആ ടൈമിലും ഇവളുടെ അച്ഛനും അമ്മയും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഇവള് ദേഷ്യത്തോടെ ബ്രെഡും ജാമും കഴിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കും.
ലോറ മെൻ്റലി പ്രോബ്ലം ഉള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെന്നും ഡോക്ടറെ കാണാൻ പോകാറുമുണ്ട്. ലോറ എന്നും അവളുടെ അനിയത്തിയെ പേന കൊണ്ട് കുത്തുമെന്നും മുറിവേൽപ്പിക്കുമെന്നും അവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറയും. അതോടൊപ്പം തന്നെ അവൾക്ക് വീട്ടുകാരെ വേദനിപ്പിക്കണമെന്നും അവരെ ഇഷ്ടമല്ലെന്നുമുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയും. അങ്ങനെ ഇരിക്കലാണ് രാവിലെ ലോറ ഫുഡ് കഴിക്കാനായിരിക്കുന്നത്. പക്ഷേ കുറേ ടൈമായിട്ടും ഫുഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ ലോറ തനിയെ പോയി അത് എടുത്ത് കഴിക്കും. ആ ഒരു ടൈമിൽ ലോറയുടെ ഉടുപ്പിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത് ലോറയുടെ അച്ഛനും അമ്മയും അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അവരുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ലോറ ബ്രെഡും ജാമും എടുത്തുകൊണ്ട് ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകും. അവിടെയാണ് ഇവളുടെ ഫ്രണ്ടായിട്ടുള്ള ടോണി ഉള്ളത്. ടോണിയെ കണ്ട ലോറ നീയാണ് എൻ്റെ വീട്ടുകാരെ കൊന്നതെന്ന് ചോദിക്കുകയും ചെയ്യും. ഇത് കേട്ട ടോണി അല്ലെന്നും പറയും. വീട്ടുകാർ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ടോണിക്ക് ഇനി ആ വീട്ടിൽ താമസിക്കാമായിരുന്നു. അങ്ങനെ ലോറ ടോണിയെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകും. ആദ്യമായി വെളിച്ചം കണ്ട ടോണി അത്ഭുതപ്പെടുകയും ചെയ്യും. അവൾ ടോണിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം കുളിക്കാനായി പറയും. അതോടൊപ്പം തന്നെ അവളുടെ ഡാഡിയുടെ ഉടുപ്പും ടോണിക്ക് എടുത്ത് കൊടുക്കും. പിന്നീട് അവൾ ടോണിയോട് പറയും അവരുടെ ബോഡി മാറ്റാനായി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. പിന്നീടാണ് ഇവൾ അച്ഛനെയും അമ്മയും ഓഡിയൻസ് ആക്കി വെച്ചുകൊണ്ട് നാടകം കളിക്കുന്നത്. ആ നാടകത്തിൽ ടോണിയും ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇവൾ വീട്ടുകാരുടെ മുഖത്തുകൂടി കത്തി തലോടിയതോർത്ത് സന്തോഷിക്കുകയും ചെയ്യും. പിന്നീട് ഇവൾ റൂമിലേക്ക് പോയ ശേഷം കണ്ണാടിയിൽ നോക്കും. ആ ടൈമിലോ കണ്ണാടിയിൽ ടോണിയെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് ടോണി ഇവളുടെ മെൻ്റൽ പ്രോബ്ലം കൊണ്ടുള്ള വെറും തോന്നൽ മാത്രമാണെന്ന്. അതോടൊപ്പം തന്നെ വീട്ടുകാരെ കൊന്നതും ഇവൾ തന്നെയാണെന്നുള്ളത്. ആ ഒരു ടൈമിലാണ് ലോറയുടെ വീട്ടിലേക്ക് ഡെലിവറി ബോയ് വരുന്നത്. ഇവൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ഡെലിവറി ബോയ് ചോദിക്കും ഈ വീട്ടിൽ പ്രായമുള്ള ആരുമില്ലേ ഒപ്പിടാനെന്ന്. ഇത് കേട്ട ലോറ ടോണിയെ വിളിക്കുകയും ചെയ്യും. പക്ഷേ ടോണി വരില്ല. ആ ഡെലിവറി ബോയ് കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം അവിടുന്ന് പോകും. ലോറയാണെങ്കിലോ ടോണി അന്വേഷിച്ച് അവിടെ മുഴുവൻ നടക്കും. അങ്ങനെ അവൾ അവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് കാണിക്കുന്നത് ടോണി അവളുടെ വീട്ടുകാരുടെ ബോഡി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ലോറ അവളുടെ കളിപ്പാട്ടമെല്ലാം കത്തിച്ചതിന് ശേഷം അവൾ അനിയത്തിയുടെ അടുത്തേക്ക് പോകും. ടോണിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ അനിയത്തിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകും. എന്നിട്ട് ഓവനിലേക്ക് കയറ്റിയ ശേഷം ക്രൂരമായി കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഈ കൊലയെല്ലാം നടത്തിയതിന് ശേഷം ലോറ നടന്നു പോകുന്നതായി കാണിക്കും. ആ ടൈമിൽ അവളുടെ പുറകെ ഒരു നിഴൽ വരുന്നതായിട്ടും നമ്മളെ കാണിക്കും. അങ്ങനെ ഇവിടെ ഹീറോ ഇവളുടെ ക്രൂരമായ കഥയെല്ലാം കണ്ട ശേഷം അവളെ വെറുത്തു പോകും. പിന്നീട് ഹീറോ അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അമ്മയുടെയും മകളുടെയും ആത്മാവിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ പോയി ആ അമ്മയുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് ഹീറോയ്ക്ക് അവരുടെ ജീവിതവും കാണാൻ കഴിയുന്നത്. പിന്നീട് അവരുടെ കഥയിലേക്ക് പോകും. ആ അമ്മയുടെ പേരാണ് ജൂലിയ. ജൂലിയ ടേബിളിൽ പറ്റിയ തൻ്റെ മകളുടെ ബ്ലഡ് നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കും. പിന്നീട് ബാത്റൂമിലേക്ക് പോയ ശേഷം മകളുടെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അടുക്കളയിലെ ടേബിളിൻ്റെ അവിടെ കൊണ്ടുവെക്കുന്നതായിട്ട് കാണിക്കും. പിന്നീടാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ജൂലിയ മകളോട് പറയും പെട്ടെന്ന് റെഡിയായി സ്കൂളിലേക്ക് പോകാൻ. പക്ഷേ മകള് പറയുന്നത് കേൾക്കാനുള്ള ടൈമൊന്നും ജൂലിയയ്ക്ക് ഇല്ലായിരുന്നു. ആ ഒരു ടൈമിലാണ് സ്കൂളിലെ കുട്ടികൾ ഇവളെ റാഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവൾ ഓർക്കുന്നത്. അത് ഓർത്തുകൊണ്ട് തന്നെ കത്തി വെച്ച് ഇവളുടെ കൈ മുറിക്കുകയും ആ ബ്ലഡ് ടേബിളിൽ തേക്കുകയും ഇവളെ ചെയ്യും. ആ സ്കൂളിൽ ഇനി ഇവൾക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് ഇവൾ അമ്മയോട് പറയും. പക്ഷെ അമ്മയാണെങ്കിലോ അത് പുതിയ സ്കൂളായതുകൊണ്ടായിരിക്കും പതിയെ എല്ലാം റെഡിയായിക്കൊള്ളുമെന്നും ഇവളോട് പറയും. ഇതെല്ലാം കേട്ട മകള് പിന്നീട് വിഷമത്തോടെ ആത്മഹത്യയും ചെയ്യും. അങ്ങനെ ഇവളുടെ ബോഡി വീട്ടിൽ കണ്ട അമ്മയാണെങ്കിലോ നല്ലപോലെ ഷോക്കാകും. ഇവളുടെ ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു വീൽ ചെയറിലേക്ക് വെക്കുകയും ചെയ്യും. ഓഫീസിൽ നിന്ന് ഇഷ്ടം പോലെ കോള് ജൂലിക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതൊന്നും എടുക്കില്ല. നമുക്കൊരു യാത്ര പോകാമെന്ന് അവൾ മകളോട് ചോദിക്കും. ശേഷം ഒരു പുതപ്പെടുത്ത മകളെ പുതപ്പിച്ചതിന് ശേഷം ജൂലിയ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായി തുടങ്ങും. ആ ടൈമിലാണ് അവിടെ കട്ട കൊണ്ട് ഭിത്തി മറച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇവൾക്ക് തോന്നുന്നത്. പിന്നീട് നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. മകളുടെ കൂട്ടുകാരികളെല്ലാം അവളെ ഭീഷണിപ്പെടുത്തുന്നത്. അവളെ ഭീഷണിപ്പെടുത്തി ബാത്റൂമിൽ നിന്ന് പുറത്തിറക്കും. അവിടെ വെച്ച പെൺകുട്ടികളുടെ ഷൂ മകളെ കൊണ്ട് നക്കിക്കുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ നെയ്ബർ ജൂലിയയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഞാൻ മകളെയും കൂട്ടിക്കൊണ്ട് ഒരു യാത്ര പോവുകയാണെന്ന് ജൂലിയ പറയും. പക്ഷെ ജൂലിയയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയ നെയ്ബർ വീടിനകത്തേക്ക് കയറും. അപ്പോഴാണ് മകളുടെ ബോഡി കാണുന്നത്. ഇത് കണ്ട നെയ്ബർ നല്ലപോലെ ഷോക്കായി പോകും. പിന്നീട് ജൂലിയ മകളെയും വിളിച്ചുകൊണ്ട് കാറിൽ യാത്ര പോകും. മകള് മരണപ്പെട്ടു എന്നുള്ള കാര്യം ജൂലിയയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ലായിരുന്നു. അവൾ മകളുടെ കണ്ണടപ്പിച്ച ശേഷം ആ വണ്ടി ഒരു മതിലിലേക്ക് കൊണ്ടിടിപ്പിക്കും. പിന്നീട് അവിടെ ഫയർഫോഴ്സ് വന്ന ശേഷം ആ കാർ വെട്ടിപ്പൊളിച്ചിട്ടാണ് ജൂലിയെ പുറത്തെടുക്കുന്നത്. അതോടെ ജൂലിയയുടെ മകള് മരണപ്പെട്ടു എന്നുള്ള കാര്യം പോലീസും ഉറപ്പിക്കും. അങ്ങനെ ഈ കഥകളൊക്കെ കണ്ട ഹീറോ നല്ലപോലെ വിഷമത്തിലാകും. ആ ഒരു ടൈമിലാണ് ഹീറോയുടെ മുന്നിലേക്ക് ഒരു പിശാച് വരുന്നത്. പിശാചിനെ കണ്ട ഹീറോ തൻ്റെ വൈഫിന് ഭ്രാന്തായിരുന്നെന്നും അതുകൊണ്ടാണ് അവളെ കൊന്നതെന്നും പറയും. ഇത് കേട്ട പിശാച് പക്ഷെ അവളെ നിന്നോട് കൊല്ലാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നീ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകും.
അവിടെ ഒരു ഇരുട്ടുമുറിയായിരുന്നു. നീ 4000 വർഷത്തോളം ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ ശേഷം പിശാച് അവിടെ നിന്ന് പോവും. പിന്നീടാണ് പുതപ്പിൽ നിന്ന് ബില്ലി എന്നൊരു ആത്മാവ് അങ്ങോട്ടേക്ക് വന്നത്. ബില്ലി വന്ന ശേഷം ഹീറോയെ ക്രൂരമായി അടിക്കും. അടി കൊണ്ടതുകൊണ്ട് തന്നെ ഹീറോയുടെ ആത്മാവും നശിക്കും. ഇത് കണ്ട ബില്ലിക്കും പിടികിട്ടും ഹീറോയുടെ ആത്മാവ് നശിച്ചു എന്നുള്ളത്. ബില്ലിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പക്ഷേ ഹീറോയ്ക്കാണെങ്കിലോ ഇവിടെ നശിച്ചതുകൊണ്ട് തന്നെ പുനർജനിക്കാനുള്ള ചാൻസ് കിട്ടും. അങ്ങനെ ഹീറോ വീണ്ടും ഭൂമിയിൽ വീണ്ടും കുട്ടിയായി പുനർജനിക്കുകയും ചെയ്യും. ഇതിന് കാരണമായ ബില്ലിയെ ആണെങ്കിലോ അവിടേക്ക് വന്ന പിശാച് ബില്ലിയുടെ തലയെടുക്കും. ബില്ലിയോട് പറയും, നീ വീണ്ടും ഭൂമിയിലേക്ക് പോയി ഹീറോയുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ആ കുട്ടിയുടെ റൂമിലേക്ക് വരുന്ന ബില്ലിയാണ്. ആ കുട്ടിയെ ബില്ലി നോക്കി നിൽക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. അങ്ങനെ ഈ ഒരു ഭാഗത്തോടു കൂടി ഈ മൂവിയും തീരും.